പെണ്ണിൻ്റെ സ്വഭാവം മോശമായത് നമ്മളെ കൊണ്ടാണ്. നമ്മളെ ഭാര്യൻ്റെ സ്വഭാവം മോശമായിട്ടുണ്ടോ എങ്കിൽ നമ്മളാണ് മോശമാക്കിയത്. കാരണം ആ കുട്ടി ആ 18 വയസ്സ് വരെ ആ കുട്ടീൻ്റെ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും അടുത്ത് ഒരു സ്വഭാവ മോശമില്ല, നല്ല കുട്ടിയായിട്ട് വളർന്ന ഒരാളെ. നമ്മളെ സ്വന്തം മക്കളെ പറ്റി പെൺമക്കളെ പറ്റി നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മുടെ അടുത്തുള്ള ഒരു 15 വയസ്സായ ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ 16, 17, 18 എത്തുന്ന ഒരു കുട്ടി, ആ കുട്ടീനെ എന്ത് സ്നേഹത്തിലാണ് നമ്മൾ പോറ്റുന്ന. ആ കുട്ടി നമ്മൾ തല്ലൂല, അടിക്കൂല, എന്ത് ചോദിച്ചാലും വാങ്ങിക്കൊടുക്കും, പൊന്നുപോലെ പോറ്റി വളർത്തി. ഒരു കുഴപ്പമില്ല ആ കുട്ടിക്ക്. പിന്നെ ചെറിയ ചെറിയ സൗന്ദര്യപ്പെടുക, അത് കോമൺ ആയിട്ട് ഉണ്ടാവുന്ന അങ്ങനത്തെ ഒരു കുട്ടീനെ നമ്മൾ ഒരാൾക്ക് ജവ്വജത്തുക്ക വങ്കത്തുക്ക ബിന്ദി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. കൊടുത്തതിൻ്റെ ശേഷം ആ കുട്ടി പിന്നെ കേടുവരാൻ. അപ്പോൾ ഇവിടുന്നത് കേടുന്നത് ആ എത്തിയ സ്ഥലത്ത് നിന്ന് അവിടുത്തെ സർക്കംസ്റ്റാൻസ്, അവിടുത്തെ സാഹചര്യമാണ് കുട്ടീനെ കേടെടുത്തുന്നത്. അപ്പോൾ നമ്മളെടുത്തെത്തിയ ആ കുട്ടിയെ നമ്മൾ ആ വാപ്പിമ്മി പോറ്റിയ പോലെ തന്നെ പൊന്നുപോലെ നമ്മൾ മരണം വരെ കൊണ്ട് നടക്കണം. ആ പെണ്ണിൻ്റെ വാപ്പൻ്റെയും ഉമ്മൻ്റെ അടുത്ത് വളരെയധികം സന്തോഷത്തിലും ഹരത്തിലും ആനന്ദത്തിലും ജീവിച്ച പെൺകുട്ടിയായിരിക്കും. കേട്ടോ, ആയിഷ ബീവി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അടുത്ത് ഭയങ്കര സന്തോഷത്തിൽ ജീവിച്ച കുട്ടിയാണ്. അതിന് റസൂലുള്ളാഹിൻ്റെ അടുത്ത് കിട്ടിയപ്പോൾ റസൂൽ ആ പൊന്നു പോലെ തന്നെ പോറ്റണത്. എന്ന പോലെ തന്നെ നമുക്കിപ്പോൾ എന്താ അങ്ങനെ പോറ്റിയാലും ഇപ്പം എന്താ കുഴപ്പം, അങ്ങനെ പറ്റുമോ എന്നൊക്കെ ചിലർ ചിന്തിക്കും. അങ്ങനെയൊക്കെ അത്രമാത്രം സ്നേഹിക്കാൻ പറ്റുമോ? തലയിൽ കയറൂലേ? ഒരു തലയിലും കയറൂല. എത്രത്തോളം സ്നേഹിക്കുകയും അതിനോട് കൂടെ റെസ്പെക്റ്റ് കൊടുക്കണം, ബഹുമാനം കൊടുക്കുക. ഇത് രണ്ടുണ്ടെങ്കിലാണ് നമ്മളോട് ഇങ്ങോട്ട് റെസ്പെക്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ വെറും സ്നേഹം ഒലിപ്പിക്കലും മാത്രമല്ല, ബഹുമാനിക്കണം.